കേരളത്തിലെ ക്രൈസ്തവ മേഖലയിൽ BJP വലിയ രീതിയിൽ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടാണത്. അപ്പോൾ കോൺഗ്രസ്സിന് ആ തരത്തിൽ ഈ ന്യൂനപക്ഷമായ ക്രൈസ്തവ വോട്ടുകളെ ഒരുമിച്ച് നിർത്തുന്നതിൽ പഴയ കാലത്തെ അപേക്ഷിച്ച് ക്ഷീണം സംഭവിച്ചിട്ടുണ്ടോ? പിണറായി വിജയനാണ് കേരളത്തിൽ ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം തുടങ്ങി വെച്ചത്. കേരളത്തിൽ അങ്ങനൊന്നുമില്ലായിരുന്നു. കേരളത്തിൽ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും എല്ലാം ഇടകലർന്ന് ജീവിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. രാഷ്ട്രീയ അധികാരം ലഭിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPM-ഉമാണ് ഇവിടെ ഈ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചത്. ഇവിടെ നടന്ന മുനമ്പ സംഭവം ഉൾപ്പെടെ. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ മുസ്ലിം ലീഗ് നിങ്ങൾ എതിർത്തുകൊണ്ടിരുന്ന ജമായത്ത് ഇസ്ലാമിയുമായിട്ട് അവരുടെ പൊളിറ്റിക്കൽ ഓർഗനായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായിട്ട് നീക്കുപോക്കുണ്ടാക്കുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് 24-ൽ അനുവദിച്ച അഭിമുഖത്തിൽ നേരിട്ട് ബന്ധങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും ചില നീക്കുപോക്കുകളുണ്ടെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ തന്നെ ഇന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ മുന്നണിയിലുള്ള ഒരു കാലത്തും അവർ അനാവശ്യമായ ഇടപെടൽ നടത്തുകയോ മറ്റ് സമുദായങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ട്, ആരാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത്രയും കാലം സംരക്ഷണം കൊടുത്തത്? അവരുമായി രാഷ്ട്രീയമായും ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയത് CPM-ആണ്. അവരുടെ വോട്ടുകൾ വാങ്ങിച്ചിട്ടുള്ളവരാണ്, അവരെ സഹായിച്ചിട്ടുള്ളവരാണ്. അല്ല, SDPI-യെയും അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയെയും കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടുള്ളത് CPM-ആണ്. ഞങ്ങൾ അവരുമായിട്ട് യാതൊരു രാഷ്ട്രീയ ബാന്ധവുമില്ല, ഐക്യജനാധിപത്യത്തിനുള്ള ഭാഗവുമല്ല അവർ. അങ്ങനെ മുസ്ലിം ലീഗ് ഏതെങ്കിലും തരത്തിൽ നീക്കുപോക്കുണ്ടാക്കിയാൽ നിങ്ങൾ എതിർക്കുമോ? അല്ല, പ്രാദേശിക അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില വ്യക്തികളുമായിട്ട് സംഘടനകളുമായിട്ടൊക്കെ നീക്കുപോക്കൊക്കെ വരാൻ ഇത് മാത്രമല്ല സാധാരണഗതി ഉണ്ടാകാറുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ജമായത്ത് ഇസ്ലാമിയുടെ അത് പറഞ്ഞു. PDP-യുടെ അബ്ദുൽ നാസർ മദനിയുമായിട്ട് പിണറായി വിജയൻ വേദി പങ്കിട്ടതിൻ്റെ പേരിൽ ഭൂരിപക്ഷ വോട്ടുകൾ CPM-ന് കേരളത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് UDF-ന് അറിയാമല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള നീക്കങ്ങൾ അദ്ദേഹം 3 മണിക്കൂർ കാത്തിരുന്നു മദനി വരാൻ വേണ്ടി. പൊന്നാനിയിൽ ആ യോഗത്തിൽ പിണറായി വിജയൻ 3 മണിക്കൂർ കാത്തിരുന്നു മദനി വരാൻ വേണ്ടി. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ വർഗീയത തെരഞ്ഞെടുപ്പിൽ ആളി കത്തിക്കുന്ന CPM-ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.